ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റായ ടെൻഡർ ടച്ച് എന്നതിലെ ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റീസ് 1 മുതൽ 6 വരെയുള്ള വീഡിയോ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആക്ടിവിറ്റീസ് 7 മുതലാണ് കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇവിടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റു വീഡിയോസ് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 7. Put a tick mark against the pictures that reflect acts of kindness and comment on them. താഴെ നമുക്ക് കുറച്ച് നല്ല പ്രവൃത്തികളും ചീത്ത പ്രവൃത്തികളും തന്നിട്ടുണ്ട്. ഇതിൽ നല്ല കാര്യങ്ങൾ അല്ലാത്തതിന് നേരെ ടിക്ക് മാർക്ക് ചെയ്യുക. നല്ല കാര്യങ്ങൾക്ക് നേരെ അല്ല കേട്ടോ, നല്ല കാര്യങ്ങൾ അല്ലാത്തതിന് നേരെ. ആദ്യത്തേത് നോക്കൂ, ഒരു കുട്ടി ഒരു വയസ്സായ ആളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അല്ലേ? അതൊരു നല്ല കാര്യമല്ലേ? അതെ. രണ്ടാമത്തേതോ, ഒരു കുട്ടി ഒരു സൈക്കിൾ റോഡിലൂടെ ഓടിക്കുന്നതാണ്. മൂന്നാമത്തേത്, 2 കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടുന്നതാണ്. അത് നല്ല കാര്യമാണോ? അല്ല, നല്ല കാര്യമല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. മൂന്നാമത്തേത് കഴിഞ്ഞു. നാലാമത്തേത് നോക്കൂ, TV-യുടെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഒരാൾ. അത് നല്ല കാര്യമാണോ? അല്ല. അപ്പോൾ അതിനും നമ്മളൊരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുന്നു. അടുത്തത്, ഒരു പെൺകുട്ടി ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നതാണ്. അതൊരു നല്ല കാര്യമാണ് അല്ലേ? അവസാനത്തേത് നോക്കൂ, ഒരു കുട്ടി ഒരു പപ്പിയെ എന്ത് ചെയ്യുകയാണ്? ശുശ്രൂഷിക്കുകയാണ്. അതും ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഇതിൽ നല്ല കാര്യമല്ലാത്തത് ഏതൊക്കെയാണ്? 3ാമത്തെയും 4ാമത്തെയും ചിത്രങ്ങളാണ്. ആക്ടിവിറ്റി 8. Some events of the story are given below. Write them in order. ടെൻഡർ ടച്ച് എന്ന കഥയിലെ ഏതാനും സംഭവങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിലല്ല തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? അത് ഓർഡറിലാക്കി കൊടുക്കണം. ആദ്യം നമുക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. ഹെഡ് മാസ്റ്റർ സഷയെയും നവീനെയും അഭിനന്ദിച്ചു. സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. സഷയും നവീനും കവിതയെ പോയി കണ്ടു. കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. കവിത അവളുടെ ചെറിയ അനിയനെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. നവീൻ ഒരു പെൺകുട്ടിയെ ജനലിനടുത്ത് കണ്ടു. സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സഷ കവിതയ്ക്ക് ഒരു ചിത്രകഥാപുസ്തകം കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഓർഡറിലാക്കി എഴുതാം? ആദ്യത്തേതാ മക്കളെ, നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. നവീൻ ഒരു പെൺകുട്ടിയെ ജനലിനടുത്ത് കണ്ടു. രണ്ടാമത്തെയോ, സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. സഷയും നവീനും കവിതയെ പോയി കണ്ടു. മൂന്നാമത്തേത്, കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. കവിത അവളുടെ അനിയൻകുട്ടിയെ തൊട്ടിലാട്ടി കൊടുക്കുകയായിരുന്നു. നാലാമത്തേത്, സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സഷ കവിതയ്ക്ക് ഒരു ചിത്രകഥാപുസ്തകം സമ്മാനിച്ചു. അവസാനത്തേത്, ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. ഹെഡ് മാസ്റ്റർ സഷയെയും നവീനെയും അഭിനന്ദിച്ചു. ഇങ്ങനെയാണ് ഇത് നമ്മൾ ഓർഡറിൽ എഴുതേണ്ടത്. ആക്ടിവിറ്റി 9. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. ചിത്രം കണ്ടോ? ഈ ചിത്രത്തെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. അതായത് ഈ ചിത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നതെന്ന് വിവരിച്ച് എഴുതുക. ദർ ഈസ് എ സ്മോൾ ടെൻറ്റ് ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിൽ നമുക്കൊരു ചെറിയ ടെൻറ്റ് കാണാം. അവർ താമസിക്കുന്ന ടെൻറ്റാണത്. മദർ ഈസ് കുക്കിംഗ് ഫുഡ് ഇൻ ദ പോട്ട്. അമ്മ കലത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. കവിത ഈസ് സ്റ്റാൻഡിങ് നിയർ ടു ഹെർ മദർ. കവിത അവളുടെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ദർ ഈസ് എ ഡോഗ് നിയർ ടു കവിത. അവിടെ ഒരു പട്ടിക്കുട്ടി ഒരു നായ കവിതയുടെ അടുത്തുണ്ട്. കവിതാസ് യങ്ങർ ബ്രദർ ഈസ് സ്ലീപ്പിംഗ് ഇൻ ദ ക്രാഡിൽ. കവിതയുടെ ചെറിയ അനിയൻകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? തൊട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ദർ ഈസ് 2 ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. 2 പക്ഷികൾ അവിടെ ആകാശത്ത് പറക്കുന്നത് നമുക്ക് കാണാം. ഇത്രയും കാര്യങ്ങളാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ആക്ടിവിറ്റി 10.
റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ആൻഡ് മാച്ച് ദം വിത്ത് ദ ഇമോജീസ്. താഴെ നമുക്ക് 3 സെൻറ്റൻസസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 3 ഇമോജീസും തന്നിട്ടുണ്ട്. ആ ഇമോജീസ് ഓരോ സെൻറ്റൻസസിന് നേരെയും മാച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യത്തേത് ഹാപ്പിനെസ്സിൻ്റെ ഒരു ഇമോജിയാണ്, സന്തോഷത്തിൻ്റെ ഇമോജിയാണ്. രണ്ടാമത്തേത് സാഡ്, സങ്കടത്തിൻ്റെ ഇമോജിയാണ്. മൂന്നാമത്തേത് സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഇമോജിയാണ്. ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ. കപിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സഷ. സഷയുടെ കയ്യിൽ നിന്ന് കഥാപുസ്തകം കിട്ടിയപ്പോൾ കപിത ഒരുപാട് സർപ്രൈസ്ഡ് ആയി. അപ്പോൾ ഇവിടെ സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഇമോജി ഏതാണ്? സി ആണ്. അപ്പോൾ സി ആണ് ഇവിടെ വരുന്നത്. രണ്ടാമത്തേത് സഷ ആൻഡ് നവീൻ ബിക്കെയിം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് ദം. ഹെഡ് മാസ്റ്റർ സഷയെയും നവീനെയും അഭിനന്ദിച്ചപ്പോൾ അവർക്കൊരുപാട് സന്തോഷമായി. ഇവിടെ ഹാപ്പിനെസ്സിൻ്റെ ഇമേജ് ഏതാണ്? എ ആണ്. അപ്പോൾ ഇവിടെ എ ആണ് വരുന്നത്. 3. സഷ സോ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ് ഷീ ബിക്കെയിം സാഡ്. സഷ ആ പെൺകുട്ടിയെ ഒരു കീറിയ വസ്ത്രത്തിൽ കണ്ടപ്പോൾ അവൾക്ക് ആകെ സങ്കടമായി. അപ്പോൾ ഇവിടെ സങ്കടത്തിൻ്റെ ഇമോജി ഏതാണ്? ബി ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് ഇമോജി വരിക? ബി ആണ്. ആക്ടിവിറ്റി 11 സോൾവ് ദ പസിൽ. താഴെ നമുക്കൊരു പസിൽ തന്നിട്ടുണ്ട്. ആ പസിൽ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡൗൺവേർഡ്സ് ആണ്, അതായത് താഴേക്ക് പൂരിപ്പിച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. 1. വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. നമ്മൾ എങ്ങോട്ടാണ് പഠിക്കാൻ പോകുന്നത്? അതെ, സ്കൂളിലേക്കാണ് അല്ലേ? അപ്പോൾ 1 എന്നുള്ളതിന് താഴെ ഡൗൺവേർഡിലേക്ക് നമ്മൾ എന്തെഴുതുക? സ്കൂൾ എന്ന് എഴുതി കൊടുക്കുക. Question 2. എ ഡ്രസ് ഫോർ ഗേൾസ്. പെൺകുട്ടികൾക്ക് ധരിക്കാനായിട്ടുള്ള ഒരു വസ്ത്രം. എസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേതാണ്? സ്കേർട്ട്, പാവാടയാണ് അല്ലേ? ഇനി 3. എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ. നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. അതാരാണ്? 3. എഫ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാരാണ്? നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഫ്രണ്ട്. ഇനി 5. ടച്ച്ഡ് ജെൻ്റ്ലി. പതുക്കെ തൊടുന്നതിന് അല്ലെങ്കിൽ സൗമ്യമായി തൊടുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പാറ്റഡ്. അപ്പോൾ 5 ഡൗൺവേർഡ് എന്തെഴുതുക? പാറ്റഡ് എന്നെഴുതുക. ഇനി അക്രോസ്, നേരെ എഴുതാനുള്ളതാണ്. 4. ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. എന്തെങ്കിലും കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് അറിയാനോ വേണ്ടിയിട്ടുള്ള ഈഗർ, ആകാംക്ഷ. അതിന് പറയുന്ന പേരെന്താണ്? ക്യൂരിയസ് എന്നാണ്. ക്യൂരിയസ് എന്ന് നമ്മളിവിടെ ക്രോസ് ചെയ്ത് എഴുതി കൊടുക്കുന്നു. 6. എ സ്വിങ്ങിങ് ബേബി ബെഡ്. കുട്ടികളെ നമ്മൾ എന്തിലിട്ട് ആട്ടുക? തൊട്ടിലിലിട്ടല്ലേ ആട്ടുന്നത്? ക്രാഡിൽ. ക്രാഡിൽ എന്നാണ് തൊട്ടിൽ എന്നതിന് പറയുക. അപ്പോൾ 6 എന്തെഴുതുക? ക്രാഡിൽ എന്നെഴുതുക. ഇങ്ങനെയാണ് ഈ പസിൽ സോൾവ് ചെയ്യേണ്ടത്. ആക്ടിവിറ്റി 12. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദ കിച്ചൺ. റൈറ്റ് ദം ബിലോ. വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ്. ഇവിടെ ഈ ചിത്രത്തിൽ കണ്ടോ, ഒരുപാട് കുട്ടികൾ കിച്ചൺ യൂട്ടൻസിൽസ് വെച്ചിട്ട്, അതായത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന അടുക്കള ഉപകരണങ്ങൾ വെച്ചിട്ട് ഒരു കിച്ചൺ ഓർക്കസ്ട്ര എന്നുള്ള പേരിൽ മ്യൂസിക്കൊക്കെ ആയിട്ട് കളിക്കുന്നതാണ് അല്ലേ കാണുന്നത്. അവരുപയോഗിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള യൂട്ടൻസിൽസിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ അടുക്കള ഉപകരണങ്ങൾ നിങ്ങൾക്കറിയാം? പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, കട്ടിംഗ് ബോർഡ്, വിസ്ക്, കൊളാൻഡർ, പീലർ, മിക്സിംഗ് ബൗള്, സ്പാച്ചുല, ബേക്കിംഗ് ട്രേ, ഫോർക്ക്, പാന്, റോളിംഗ് പിൻ, ലേഡി, കണ്ടെയ്നർ, കുക്കർ, കപ്പ്, ഗ്രേറ്റർ, ഓവൻ ഗ്ലൗ, ഷിയേഴ്സ്, ബ്ലെൻഡർ, ക്യാൻ ഓപ്പണർ, ചോപ്സ്റ്റിക്ക്. ഇതെല്ലാം ഏതാനും നമ്മൾ യൂസ് ചെയ്യുന്ന കിച്ചൺ യൂട്ടൻസിൽസ് ആണ്. ഇതിൻ്റെ എല്ലാം പേരുകൾ നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും യൂട്ടൻസിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ അതും എഴുതി കൊടുക്കുക. അപ്പോൾ ഇന്ന് ചെയ്ത ആക്ടിവിറ്റീസ് 7 മുതൽ 12 വരെയുള്ള എല്ലാതും മക്കൾക്ക് മനസ്സിലായോ? ക്ലാസ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം, അതായത് ആക്ടിവിറ്റീസ് 13 മുതലുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ ശരി, മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്